ബഹുമാനപ്പെട്ട മുഖ്യ അതിഥി, ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ ജ്യോതി ആൻ്റണി, മറ്റ് പ്രമുഖ അതിഥികൾ, അധ്യാപകർ, വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ, നമ്മുടെ സ്കൂളിൻ്റെ 50ാം വാർഷിക ദിനാഘോഷത്തിൻ്റെ സുപ്രധാന അവസരത്തിൽ ചെറുപുഷ്പം സ്കൂളിൻ്റെ പേരൻസ് റെപ്രസെൻറ്റേറ്റീവ് എന്ന നിലയിൽ നിങ്ങളുടെ മുൻപിൽ നിൽക്കാൻ കഴിഞ്ഞതിൽ ഞാൻ അഭിമാനിക്കുന്നു. ഒരു സുവർണ നാഴിക വിദ്യാഭ്യാസ രംഗത്ത് 50 വർഷത്തെ മികവ് ശ്രദ്ധേയമായ നേട്ടമാണ്. ഇന്ന് നമ്മുടെ വിദ്യാർത്ഥികളുടെ നേട്ടങ്ങൾ മാത്രമല്ല, നമ്മുടെ അധ്യാപകരുടെ ആശ്രാന്ത പരിശ്രമം, നമ്മുടെ മാതാപിതാക്കളുടെ അചഞ്ചലമായ പിന്തുണ, നമ്മുടെ സ്കൂളിൻ്റെ സ്ഥാപകരുടെ കാഴ്ചപ്പാട് എന്നിവ ആഘോഷിക്കാൻ നമ്മൾ ഒത്തുകൂടുന്നു. എ ലെഗസി ഓഫ് എക്സലൻസ്. കഴിഞ്ഞ 5 പതിറ്റാണ്ടുകളിലായി ചെറുപുഷ്പം ഹൈസ്കൂൾ വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രഗത്ഭരായ തലമുറകളെ സൃഷ്ടിച്ചുകൊണ്ട് അക്കാഡമിക മികവിൻ്റെ പ്രകാശഗോപുരമായി സ്വയം നിലയുറപ്പിച്ചു. നല്ല വിദ്യാഭ്യാസം നൽകുന്നതിനുള്ള നമ്മുടെ സ്കൂളിൻ്റെ പ്രതിബദ്ധത അനുകൃതമുള്ള, ഉത്തരവാദിത്തമുള്ള, ആത്മവിശ്വാസമുള്ള വ്യക്തികളെ രൂപപ്പെടുത്താൻ സഹായിച്ചിട്ടുണ്ട്. 50 വർഷമായി ഒരു സ്കൂൾ വിജയകരമായി നടത്തിക്കൊണ്ടു പോവുക എന്നത് തികച്ചും ശ്ലാഘനീയമാണ്. വിദ്യാഭ്യാസം എന്നത് നമ്മൾ പലപ്പോഴും തെറ്റിദ്ധരിക്കുന്നത് അക്ഷരാഭ്യാസവും നമ്മൾ പാഠപുസ്തകങ്ങളിൽ നിന്ന് പഠിച്ചു പോകുന്ന ചില പ്രത്യേക കാര്യങ്ങൾ മാത്രമാണ്. വിദ്യാഭ്യാസം യഥാർത്ഥത്തിൽ ഒരു സംസ്കാരം ഉൾക്കൊള്ളലാണ്. വിദ്യാഭ്യാസമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പരിഷ്കൃതരും സംസ്കൃതരുമാക്കുന്നത്. വിദ്യാഭ്യാസം സംസ്കാരമാണ്. സംസ്കാരം എപ്പോഴും ഒരു നാടിൻ്റെ, ഒരു ജനതയുടെ മുഖമുദ്രകളാകണം. ഞാനിപ്പോൾ ഓർത്തു പോവുകയാണ്, ഒരു തോണിയിൽ കുറച്ച് കുട്ടികളുമായി യാത്ര ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ആ തോണിക്കാരനോട് കുട്ടികൾ ചോദിക്കുകയാണ്, തോണിക്കാര, നിങ്ങൾക്ക് ഫിസിക്സ് എന്താണെന്നറിയുമോ? അപ്പോഴാ തോണിക്കാരൻ പറയാണ്, അറിയില്ല മോനെ, എനിക്ക് തോണി തുഴയാൻ മാത്രമേ അറിയുള്ളൂ. അപ്പോഴാ കുട്ടി പറയുകയാണ്, എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ 20% പോയി എന്ന്. അപ്പോഴാ അടുത്ത കുട്ടി ചോദിക്കുകയാണ്, നിങ്ങൾക്ക് കെമിസ്ട്രി എന്താണെന്നറിയുമോ? അപ്പോഴും തോണിക്കാരൻ പറഞ്ഞു, അറിയില്ല മോനെ, എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ 20% വീണ്ടും പോയി, 40% പോയി. അപ്പോൾ അടുത്ത കുട്ടി ചോദിക്കുകയാണ്, തോണിക്കാര, നിങ്ങൾക്ക് മാത്തമാറ്റിക്സ് എന്താണെന്നറിയുമോ? അപ്പോഴും തോണിക്കാരൻ പറയുകയാണ്, അറിയില്ല മോനെ, എനിക്ക് ഈ തോണി തുഴയാനേ അറിയുള്ളൂ, എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ 20% പോയി. വീണ്ടും അടുത്ത കുട്ടി ചോദിക്കുകയാണ്, നിങ്ങൾക്ക് സോഷ്യൽ സയൻസ് എന്താണെന്നറിയുമോ? അപ്പോഴും അറിയില്ല മോനെ എന്ന് പറഞ്ഞു. വീണ്ടും നിങ്ങളുടെ ജീവിതത്തിൻ്റെ 20% പോയി. അങ്ങനെ ഏതാണ്ട് ഓരോ സബ്ജക്റ്റിനെ പറ്റിയും ചോദിച്ച് തോണിക്കാരനെ കുഴപ്പിച്ചു. നിങ്ങളുടെ ജീവിതത്തിൻ്റെ 80% പോയി എന്ന് കുട്ടികൾ പറഞ്ഞു. തോണിക്കാരൻ ആകെ വിഷമിച്ചു. തോണിയുടെ അമരത്തിങ്ങനെ ആകാശത്തേക്ക് നോക്കി മലർന്നു കിടന്നു. അപ്പോഴാണ് കാർമേഘം കൂരിരുണ്ടത്. ഏതാണ്ട് വലിയ കാറ്റും ബഷറും ഒക്കെ വന്നു. തോണി നിയന്ത്രണം വിട്ട് വട്ടം കറങ്ങാൻ തുടങ്ങി. അപ്പോഴാണ് തോണിക്കാരൻ ചാടി എണീറ്റ് പങ്കായം കയ്യിലെടുത്തുകൊണ്ട് കുട്ടികളോട് ചോദിച്ചു, മക്കളെ, നിങ്ങൾക്ക് നീന്തൽ അറിയാമോ? അപ്പോൾ കുട്ടികളെല്ലാം ഒരേ സ്വരത്തിൽ കരഞ്ഞുകൊണ്ട് ഉറക്കെ നിലവിളിച്ച് പറഞ്ഞു, തോണിക്കാര, ഞങ്ങൾക്ക് ആർക്കും നീന്തൽ അറിയില്ല. അപ്പോൾ തോണിക്കാരൻ പറഞ്ഞു, എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ 100% പോയി എന്ന്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പല വിദ്യകളും പലപ്പോഴും ഉപയോഗിക്കേണ്ടി വരും. അതായത് എല്ലാ തൊഴിലിനും അതിൻ്റേതായ മാന്യതയും ഗുണങ്ങളും ഉണ്ടെന്ന് നാം മനസ്സിലാക്കണം. ലോകത്ത് നമ്മൾ മാത്രമല്ല, ഒരുപാട് ജീവികളും ജീവജാലങ്ങളും ചലിക്കുന്നതും ചലിക്കാത്തതും സംസാരിക്കുന്നതും സംസാരിക്കുന്നതുമായ ഒരുപാട് ജീവികൾ നമ്മളെപ്പോലെ മനുഷ്യരും ജീവിച്ചിരിക്കുന്നു എന്ന് യാഥാർത്ഥ്യം മനസ്സിലാക്കലാണ് യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
അത് കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കുക എന്നതാണ് നമ്മളുടെ കർത്തവ്യവും. ഇത്രയും നേരം എൻ്റെ ശബ്ദം ശ്രവിച്ച നിങ്ങൾക്ക് ഓരോരുത്തർക്കും എൻ്റെ നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.